ദേഷ്യപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ അറിയത്തില്ല, എല്ലാം ഞാൻ ഊഹിച്ചെടുത്തണം. പിന്നെ എന്തിനാണ് ഞാൻ ബോയ് ഫ്രണ്ട് ആണെന്ന് നടക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്കപ്പ് ആവാം. ഓ, നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിക്കാണല്ലേ ഇപ്പൊ? സ്വപ്നമായിരുന്നല്ലേ? ഭാഗ്യം. ഇല്ല, ഇന്ന് തൊട്ട് ഞാൻ ചാൻഡോട് ദേഷ്യപ്പെടത്തേ ഇല്ല. എല്ലാം സമാധാനത്തിന്റെ പാതയിൽ. പ്രിയത്തെടുക്കരണേ. അരുൺ പ്രതാപ, എന്താ നമുക്ക് ചാണ്ടിയുടെ ഗ്രാജുവേഷന് പോകണ്ടേ? ചാൻഡോയുടെ ഗ്രാജുവേഷനോ? ആ, ഇന്ന് നിന്നോട് പറഞ്ഞില്ല? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അതങ്ങനെ ശരിയാവണേ? നീ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ? വിളിച്ചു ചോദിച്ചേ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അല്ല, ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി ഇപ്പൊ എല്ലാം എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ ജയിനെ? പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുമ്പോ അങ്ങനെ എല്ലാം നിന്നോട് പറയേണ്ട കാര്യമില്ല. അതെ, പക്ഷെ അവൾ അവളുടെ ബെസ്റ്റിയോട് പറഞ്ഞിട്ടുണ്ട്. അവൻ തുണി ബുക്ക് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അവളെ കാണാൻ. എന്നിട്ട് നീ പോയില്ലേ? അല്ല, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആദ്യം ഉണ്ടാകുന്നത്? ബെസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞിട്ടല്ലേ ലവറൊക്കെ ഉള്ളൂ. എന്റെ പൊന്നു മച്ചമ്പി, നീ ഇങ്ങനെ പഴം മുഴുങ്ങിക്കൊണ്ടിരുന്നോ? എനിക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പെരുത്ത് കയറുന്നുണ്ട്. വിളിക്ക അവളെ, ചോദിക്ക്. പിന്നെ നിനക്കില്ലാത്ത എന്താ അവളുള്ള? നിനക്ക് പുല്ല് വില അല്ല അവള് തന്നെ, പുല്ല് വില. വിളിച്ച് ചോദിക്കും മച്ചമ്പി, അവളെന്താ നിന്നോട് പറയാതെ അവനോട് പറഞ്ഞെന്ന്. അല്ല, അതൊക്കെ അവളുടെ ചോയ്സ് അല്ലേ. അപ്പൊ അവൾ എല്ലാ കാര്യം എന്നോട് പറയണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ അവൾ വിളിക്കും. ഇപ്പൊ എനിക്ക് ചിലപ്പോ ഇരിക്കുന്ന തിരക്കായോണ്ടാണെങ്കിൽ അവൾ വിളിക്കാത്തത്. ഓ, പിന്നെ ഈ ലോകത്ത് നീയാണല്ലോ ഏകപ്പെട്ട കാമുകൻ. വിളിച്ച് ചോദിക്കടാ നിന്നോട് എന്താ പറയാത്തേന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ഗ്രാജുവേഷൻ നടത്തണ്ട, കത്തിക്കും കോളേജ് നമ്മള്. അല്ല, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് അവൾ വിളിക്കാത്ത. അല്ലാതെ അവളെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയത്തില്ല, എന്റെ ഒച്ചല്ലേ അവള്. ഇങ്ങനെ ഒരു മൊണ്ണേനെ ആണല്ലോ നിന്നെ ഞാനുണ്ടല്ലോ. നിന്നെ